യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിലെ അക്രമ സംഭവങ്ങളിൽ നിയമ നടപടിക്കൊരുങ്ങി ശ്രീ പത്മനാഭ സേവാ സമിതി. പരിപാടിയിൽ KSU പ്രവർത്തകർ ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചുവെന്ന് സംഘാടക സമിതി ചൂണ്ടിക്കാട്ടി. പരിപാടി സ്ഥലത്ത് അതിക്രമിച്ചു കയറി അസഭ്യം പറയുകയും സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നുമാണ് പരാതി. കണ്ടാലറിയാവുന്ന 10ഓളം പേർക്കെതിരെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് സംഘാടക സമിതി പരാതി നൽകി. ജനം ബ്രേക്ക്. KSU തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാർ അടക്കമുള്ള 10ഓളം KSU പ്രവർത്തകർക്കെതിരെയാണ് സംഘാടക സമിതി പരാതി നൽകിയത്. സെനറ്റ് ഹാളിലെ പരിപാടി സ്ഥലത്ത് നുഴഞ്ഞു കയറിയ KSU പ്രവർത്തകർ ബോധപൂർവം സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി. സെനറ്റ് ഹാളിനകത്ത് പ്രവേശിച്ച KSU പ്രവർത്തകർ അസഭ്യം പറയുകയും സ്ത്രീകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ഹാളിൽ സ്ഥാപിച്ച ചിത്രങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്തു എന്നും പരാതിയിൽ പറയുന്നു. KSU പ്രവർത്തകരുടെ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗവർണറുടെ പരിപാടിയിൽ പ്രോട്ടോകോൾ ലംഘനം നടത്തി സംഘർഷം സൃഷ്ടിക്കാൻ ശ്രമിച്ച കേസിൽ KSU പ്രവർത്തകർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടാണ് ശ്രീ പത്മനാഭ സേവാ സമിതി പരാതി നൽകിയത്. സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് പരാതി. അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കേരള സർവകലാശാലയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് KSU പ്രവർത്തകർ ആക്രമണം അഴിച്ചുവിട്ടത്. കലാപാഹ്വാനവുമായി എത്തിയ പ്രവർത്തകരെ വളരെ പണിപ്പെട്ടാണ് പോലീസ് ഹാളിന് പുറത്തെത്തിച്ചത്. സർവകലാശാലയിലെ ആക്രമണ സംഭവങ്ങളിൽ SFI പ്രവർത്തകർക്കെതിരെ കഴിഞ്ഞ ദിവസം കണ്ടോൺമെന്റ് പോലീസ് കേസെടുത്തിരുന്നു. ഇതിനു പിന്നാലെയാണ് KSU പ്രവർത്തകർക്കെതിരെ സംഘാടക സമിതി പരാതി നൽകിയത്. ജനം, തിരുവനന്തപുരം.